ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക്, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, മോർണിംഗ് റുട്ടീൻ കുറച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇന്നത്തെയും പോലെ മുഖക്കൊന്ന് കഴുകി വാഷ് ചെയ്ത് കുറേ വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്, രാവിലത്തെ തിരക്കുകൾ. അപ്പോൾ അതാ ഇപ്പോൾ ഏകദേശം 4:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഏട്ടനെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾക്ക് ഉള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുപോകാനുള്ള ജീരക വെള്ളമാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാ അതിന് ശേഷം ഏട്ടന് കുടിക്കാനുള്ള കഷായത്തിനുള്ള വെള്ളത്തിൽ പൊടിയൊക്കെ ഇട്ട് അത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനൊന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാക്കുന്നത് ഗ്രീൻ ബീൻസ് മസാലക്കറിയും പിന്നെ റവ പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അതിനുള്ള ഗ്രീൻ ബീൻസ് വേവിക്കാനുള്ള എല്ലാ പൊടികളും കാര്യങ്ങളും ഒക്കെ ഇട്ട് അത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ ഇരുന്ന് വിസിൽ വന്ന് റെഡി ആവട്ടെ. പിന്നെ നമ്മൾ അടുത്ത പണി എന്ന് പറയണത് 2 മുട്ട ഇപ്പോൾ ഡെയിലി പുഴുങ്ങാൻ വെക്കും കേട്ടോ, ഏട്ടന് കഴിക്കാനായിട്ട്. അപ്പം അത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ എനിക്ക് തുടക്കമായതുകൊണ്ടായെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുന്നത് കുറേ ലെങ്ത്തായി പോകുന്നുണ്ട് ഓരോ പാർട്ടായിട്ട് എടുക്കുമ്പോൾ. പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ എൻ്റെ ഈ മോർണിംഗ് റുട്ടീൻ എൻ്റെ 10 മിനിറ്റോളൊക്കെ ആവാണ്. ഞാൻ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിക്കുറച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ടിടുന്നത്. അപ്പോൾ ഇന്നും ഞാൻ ഇതൊരു 1 ഡേ വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ലോങ് ആയി പോവാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ മോർണിംഗിലത്തെ കാര്യങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ കഷായത്തിനുള്ള വെള്ളം, കറിക്കുള്ളത്, മുട്ട, അതൊക്കെ അവിടെ വേവുന്നുണ്ട്. ഇനി നമ്മളിതാ റവപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് റവ എടുത്ത് അത് നനച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റവപ്പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ വേഗം അത് പുട്ടുംകുറ്റിയിലാക്കി അടുപ്പത്ത് വെക്കാനുള്ള ധൃതിയിലാണ് ഞാൻ. കാരണം നമുക്ക് കറക്റ്റ് ടൈമിന് ഏട്ടനെ പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ ഇന്ന് പക്ഷെ അധികം ലേറ്റ് ആവാതെ ഒത്തിരി സ്പീഡിൽ ഞാനെല്ലാം ചെയ്തു കേട്ടോ. കുറച്ച് ഉഷാറൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ ആ കറി വേകുമ്പോഴേക്കും അത് കാച്ചി എടുക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാണ്. അത് നമ്മുടെ ഇടികല്ലിലിട്ട് ഇടിച്ച് നന്നായിട്ടൊന്ന് എടുക്കുക. പിന്നെ പുട്ട് അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം കുറ്റിയിൽ നിന്ന് കുത്തിയിടാണ് കേട്ടോ. നല്ല ആവി വന്ന് പെട്ടെന്ന് ഫോണിലേക്കൊക്കെ. പിന്നെ വേഗം കറിയുടെ വിസിലൊക്കെ വന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേഗം കാച്ചി ഏട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. ഏട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ചുള്ളനായിട്ട്. ഏട്ടൻ ക്യാമറയിലേക്ക് നോക്കില്ല കേട്ടോ, ഞാൻ കുറേ വിളിക്കും പക്ഷെ ആൾ നോക്കാറില്ല. പിന്നെ ഞാൻ ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മിറ്റും ഇറയും ഒക്കെ ഒന്ന് അടിച്ച് വിടുന്നുണ്ട്. തുടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വിളക്കൊക്കെ കത്തിക്കാനായിട്ട്. അപ്പോൾ അകം കൂടിയും അതിൻ്റെ കൂടെ തന്നെ അടിച്ച് വേഗം പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വേഗം ആ അടിച്ച ഭാഗത്ത് ഹോളും ഇറയും മാത്രമാണ് കേട്ടോ. അടുക്കളയും കൂടി ഞാനൊന്ന് തുടച്ച് വിടും രാവിലെ. എനിക്കിങ്ങനെ തുടയ്ക്കാണ്ട് വിളക്ക് വയ്ക്കുമ്പോൾ എന്തൊരു തൃപ്തി കുറവാണ് കേട്ടോ. ഒരു വൃത്തി ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു ഫീലാവും. ചില ദിവസം നല്ല വൃത്തിയിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് തുടയ്ക്കും. അത് കഴിഞ്ഞ് ഓടിപ്പോയി വേഗം കുളിച്ചു. എന്നിട്ട് നമ്മുടെ സാമിക്ക് വിളക്ക് വയ്ക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പൂവ് ഞാൻ പൊട്ടിക്കാൻ കേട്ടോ. ഒക്കെ നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ വഴിയിലും കുറച്ച് ശംഖുപുഷ്പം, അതുപോലെ 2-3 മുല്ല കടകളൊക്കെ ഉണ്ട്, തുളസിയും. അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് വേഗം കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ച് കൊടുന്നു. അപ്പോൾ വിളക്കൊക്കെ തുടച്ച് വിളക്ക് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ സച്ചുമോൻ്റെ കൈയിൻ്റെ പ്ലാസ്റ്റർ വെട്ടാനായിട്ട് പോകണം. അവൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു 2 ആഴ്ചയായിട്ട്, വീണിട്ട് ചെറിയൊരു സ്ക്രാച്ച്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെ റെഡിയാക്കി കിച്ചുവിനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്ത് അമ്മയിലാക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് ഈ സച്ചുവിനും കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ വേഗം വിളക്കൊക്കെ കത്തിച്ച്
ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ കത്തിക്കണത്. കാരണം കൈ അഴിക്കുമ്പോൾ ശരിയാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. പിന്നെ ആ നിലവിളക്ക് നമ്മുടെ സ്വാമി റൂമിലൊക്കെ ഒന്ന് കാണിച്ച് പുറത്ത് കൊണ്ട് വെച്ച് കുറച്ച് നേരം ഞാൻ നാമം ചൊല്ലുന്നല്ല, ഒന്ന് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. നാമം ചൊല്ലാൻ നേരമൊന്നും ഇപ്പോൾ കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാ സച്ചുമോൻ എൻ്റെ കൂടെ എണീറ്റിട്ട് അതേപടി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവൻ എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കലാട്ടോ എൻ്റെ മോന്. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ നിലവിളക്കൊക്കെ കത്തിച്ച് അവിടെ കത്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി തന്നെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് റീച്ചാക്കി കൊണ്ടുവരാനും കൂടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.